ട്രംപ് അവിടെ അധികാരത്തിൽ വരുന്നത് തന്നെ യുദ്ധവിരുദ്ധത പ്രസംഗിച്ചിട്ടാണ്. ഈ രാജ്യത്തെ ആളുകളെ, പട്ടാളക്കാരെ, ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെ വെറുതെ വല്ല രാജ്യത്തും കൊണ്ടുപോയി ഇങ്ങനെ കൊന്നുകളയുകയായിരുന്നു ഇതുവരെയുള്ള ഭരണ നേതൃത്വം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. രണ്ടാം തവണയും വരുമ്പോൾ അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണയും അദ്ദേഹം ഇത്തവണയാണ് യഥാർത്ഥത്തിൽ ട്രംപിന് US എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാവുന്ന വളരെ ഗംഭീരമായ ഒരു സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കി. കാരണം 3 ബോംബ് അവിടെ കൊണ്ടുപോയിട്ടു. തിരിച്ചിങ്ങോട്ട് ആക്രമണം ഉണ്ടായി ഖത്തറിലെ ഇവരുടെ ബേസ് ക്യാമ്പിലേക്ക്. പക്ഷേ എന്താ സംഭവിച്ചത്? നമ്മുടെ ആരും കൊല്ലപ്പെട്ടിട്ടില്ല. അതാണല്ലോ ട്രംപിന് ഇപ്പോൾ പറയാൻ കിട്ടിയ എന്താണ്? ആരും കൊല്ലപ്പെട്ടിട്ടില്ല. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് അവരുടെ ആക്രമണം. അതുകൊണ്ട് വേറെ വലിയ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് നഷ്ടമുണ്ടായത് ആർക്കാണ്? കർഷകർ. അതായത് ട്രംപ് തൊട്ട് മുമ്പ് പഹൽഗാം സംഭവം ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ അതിനകത്ത് ഇടപെട്ടിട്ട് സമാധാനത്തിന് നൊബേൽ പ്രൈസ് എനിക്ക് തന്നേക്കൂ എന്ന് പോലും പറഞ്ഞ ആൾക്ക് ആ ആൾക്ക് എന്ത് പറ്റി? ആ ആൾക്ക് ക്ഷീണം പറ്റി. അതായത് ഇനിയപ്പോൾ സമാധാനത്തിന് നൊബേൽ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നിങ്ങൾ അടിച്ചില്ലേ ഈ തൊട്ട് മുന്നാലെ എന്ന ചോദ്യം അദ്ദേഹത്തിന് വരും. നെതന്യാഹുവിൻ്റെ കാര്യം പോക്കാണ്. നെതന്യാഹു ആ നാട് ഇപ്പുറത്ത് പലസ്തീനിലുള്ള ആളുകളെ കുഞ്ഞുങ്ങളെ അടക്കം കൊന്നുകൊണ്ടിരിക്കുമ്പോഴും ആ നാട്ടിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പലസ്തീന് സാധിക്കുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ നല്ല അടി അവർക്ക് കിട്ടിയിട്ട് അവിടുത്തെ ജനങ്ങളാകെ തന്നെ ഇയാൾക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ ഈ രണ്ട് വലിയ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുന്ന ഇസ്രായേലിനും അഹങ്കാരികളുടെ രാജ്യമായുള്ള അമേരിക്കയ്ക്കും നല്ല അടി കിട്ടിയിട്ടുണ്ട് എന്ന മട്ടിൽ ആശ്വസിക്കാൻ ഇവർക്ക് രണ്ടുപേർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ജനങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടുള്ളൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്.